ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രിയാണ്. ഈ ട്രിഗണോമെട്രിയിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയൊന്ന് പഠിക്കുക. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കണം. നമ്മൾ ട്രിഗണോമെട്രിയിൽ കുറേ ഇക്വേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പഠിച്ച ശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രിഗണോമെട്രി പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്രിഗണോമെട്രിയിൽ ആ ഇക്വേഷൻസ് എല്ലാം കാണാൻ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ഇക്വേഷൻ ഞാനൊന്ന് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ് സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ. ഇവിടെ എയും ബിയും രണ്ട് വാല്യൂ ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് ആംഗിൾ ആയിരിക്കും. ഇപ്പോൾ നോക്കിയാൽ ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സൈൻ 15 എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് സൈൻ 15 ഡിഗ്രി എന്ന് പറഞ്ഞായിരിക്കും ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. കരുതുക, അപ്പോൾ നമ്മൾ സൈൻ 15 ഈക്വൽ സൈൻ 15 എങ്ങനെ എഴുതാം? നമുക്ക് 45 മൈനസ് 30 എന്ന് എഴുതാം. 45 മൈനസ് 30 എത്രയാണ്? 15 ആണ്. എന്തുകൊണ്ടാണ് ഈ 45 30 തന്നെ എടുത്തെഴുതിയത്? കാരണം ഈ വാല്യൂ മാത്രമേ നമ്മൾ ആ ടേബിളിലുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള ടേബിളിൽ ഈ വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എയും ബിയും ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? എയും ബി ആയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് വയ്ക്കുക. 15 എന്ന് പറയുന്ന ഈ സൈൻ 15 എന്ന് പറയുന്ന ഈ വാല്യൂനെ 45 മൈനസ് 30 എന്ന് എഴുതി. ഈ 45 മൈനസ് 30 കുറയ്ക്കുമ്പോൾ ഈ 15 തന്നെ കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് എയും ബിയും കണക്കാക്കിയിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ നോക്കി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമാണ്. ഇപ്പോൾ സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ ഇത് എ ഇത് ബി ആണ്. അതനുസരിച്ച് നമ്മൾ ഇതിനെ മാറ്റും. എ മൈനസ് ബി എന്താ? സൈൻ എ കോസ് ബി. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ 45 ഇൻറ്റു ഉണ്ട് കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് 30 മൈനസ് ഇനി ഇക്വേഷനിൽ കോസ് എ സൈൻ ബി ആണ്. കോസ് എ എന്ന് പറയുന്നത് കോസ് 45 ഇൻറ്റു സൈൻ 30, അതായത് സൈൻ ബി എന്നുള്ളത് സൈൻ 30. ഓക്കെ, ഇനി ആ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് തെറ്റില്ലാതെ എഴുതുക. ഇത് തെറ്റിയാൽ നമ്മൾ ആ ബാക്കി പ്രോബ്ലംസ് എല്ലാം തെറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യും. ബാക്കി എന്തുവാ? ഈ വാല്യൂസ് കൊടുക്കുക. സൈൻ 45 എന്ന് പറയുന്നത് 1/2 ആണ്. അതേപോലെ സൈൻ കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. ആ മൈനസ് എടുത്തെഴുതി. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ എല്ലാം അതിനകത്ത് കൊടുത്തു. ഇനി നമ്മൾ സോൾവ് ചെയ്താൽ മാത്രം മതി. 1 × √3 എന്ന് പറയുന്നത് √3 ആണ്. ഡിവൈഡ് ബൈ കൊടുത്തിട്ട് ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ 2√2 എന്ന് പറഞ്ഞിട്ടും മൈനസ് 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. അത് കഴിഞ്ഞ ശേഷം 2 × √2 2√2 എന്ന് പറഞ്ഞിട്ടും അത് കഴിഞ്ഞ ശേഷം ഇത് താഴെ കിടക്കുന്നത് ഒരേ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം എടുത്തെഴുതും. 2√2 എന്ന് എഴുതിയിട്ട് മണ്ടലിൻ്റെ √3 മൈനസ് 1 എന്ന് എഴുതി നമ്മൾ ഇത്രയും എഴുതും. ഇതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ, കോഞ്ചുഗേറ്റ് ഒക്കെ എടുത്ത് ചെയ്യാവുന്നത്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പം തൽക്കാലം ഇത്ര ഇട്ടിരുന്നാൽ മതി.